സന്യാസിനി സമൂഹത്തിന്റെയും സെന്റ് തോമസ് അസൈലത്തിന്റെയും സ്ഥാപക പിതാവ് ദേവദാസൻ പുതത്തിൽ തൊമിയച്ചൻ ഇന്ന് വളരെ പ്രസക്തമായി ലോകം കാണുന്നതിന് 100 വർഷങ്ങൾക്കപ്പുറം ആയിരുന്നു ദേവദാസൻ മാത്യു മാക്കിൽ പിതാവ് അടിസ്ഥാനം ശിലാസ്ഥാപനം ചെയ്ത് 1925 മെയ് 3 അഭിമന്യന്മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവ് ആശീർവദിച്ച് ആരംഭം കുറിച്ച സെന്റ് തോമസ് അസൈലം 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ 240 മക്കൾക്ക് ഭവനമായി ഈ സ്നേഹകൂടാരം. കൊട്ടനെയ്ത്തും തുണിനെയ്ത്തും ബുക്ക് ബൈൻഡിങ്ങും ചെയ്ത് അതിജീവനം നടത്തിയ ഇവിടെ ഇപ്പോൾ പ്രിന്റിംഗ് പ്രസ്, ലേസർ പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ സെന്റർ, തയ്യൽ ക്ലാസ് തുടങ്ങിയ അതിജീവന പ്രവർത്തനങ്ങളുമായി ഈ കാരുണ്യഗ്രഹം കുതിച്ചു മുന്നോട്ടു പോകുന്നു. കേരളത്തിലും കേരളത്തിന് വെളിയിലും ഭിന്നശേഷിയുള്ള മക്കൾ, ക്യാൻസർ രോഗികൾ, മരണാസന്നർ, ആരോഗ്യമില്ലാത്തവർ, HIV AIDS ബാധിതർ എന്നിവർക്കായുള്ള ഭവനങ്ങളിൽ 205 മക്കൾ ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ട് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. സെന്റ് തോമസ് അസൈലം സെന്റിനറി ആഘോഷങ്ങളുടെ ചെയർമാൻ സുപ്പീരിയർ ജനറൽ മദർ അനുദയുടെയും ജനറൽ കൺവീനർ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ റവറൻഡ് സിസ്റ്റർ സൗമ്യയുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തന റിപ്പോർട്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നു. 250 പേർ പങ്കെടുത്തു. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്നേഹത്തിന്റെ ഊഷ്മളത കൂട്ടുന്നതിനും ഇത് ഒരു വേദിയായി. സെന്റിനറി മെമ്മോറിയൽ ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ പാലിയേറ്റീവ് ബ്ലോക്ക്. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനം ജീവിക്കുന്നതിനായി വയനാടിന്റെ മലയോര മക്കളെ ശുശ്രൂഷിക്കുവാനായി തൊമ്മിയച്ചൻ പാലിയേറ്റീവ് കെയർ സെന്റർ കാപ്പിസെറ്റ് സെന്റ് ജോസഫ് അസൈലത്തോട് ചേർന്ന് 2024 ഒക്ടോബർ 11 പ്രവർത്തനം ആരംഭിച്ചു. വിവിധ സ്ഥാപനങ്ങളിലെ വിഭിന്നശേഷിയുള്ള മക്കളെ ചേർത്ത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും നേതൃത്വത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 26 അനാഥ അഗതി ദിനമായി സെന്റ് തോമസ് അസൈലത്തിൽ വെച്ച് വിപുലമായി ആദരിച്ചു. സാന്ത്വന വർഷം 2024-25 ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭവനങ്ങളിൽ കഴിയുന്ന ഭിന്നശേഷിക്കാരായ മക്കളെ ചേർത്ത് നിർത്തുന്നതിനും അവരെ ആദരിക്കുന്നതിനും വേണ്ടി 2025 ജനുവരി 26 ഉഴവൂർ ഫൊറോനയിലും മാർച്ച് 19 കൈപ്പുഴയിലും മാർച്ച് 21 മടമ്പം ഫൊറോനയിലും വെച്ച് നടത്തിയ സാന്ത്വന വർഷം എന്ന പ്രോഗ്രാമിൽ സമുദായ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുകയും വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടിയും അവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടിയും ബോധവൽക്കരണ ക്ലാസുകളും കലാപരിപാടികളും നടത്തുകയും സെന്റിനറി മെമ്മോറിയൽ മെമന്റോയും സ്നേഹ ഉപഹാരങ്ങളും നൽകുകയും ചെയ്തു. അസൈലാംഗങ്ങളുടെ ആകാശയാത്ര. വിമാനയാത്രയ്ക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ലഭിച്ച 40 അസൈലാംഗങ്ങളെ ചേർത്ത് ബാംഗ്ലൂർ വിമാനയാത്ര നടത്തിയത് വീൽചെയറിൽ മാത്രം സഞ്ചരിച്ച ഈ മക്കൾക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു പുത്തൻ അനുഭവമായിരുന്നു. ആധ്യാത്മിക നവീകരണ ധ്യാനം. അനുഗ്രഹീതനായ ജോസഫ് പുത്തൻപുരയ്ക്കൽ കപ്പൂശനച്ഛന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർഷിക ധ്യാനം അംഗങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിറമുള്ളതാക്കി. ശതാബ്ദിയോട് ചേർന്ന് എല്ലാ 2ാം ശനിയാഴ്ചയും വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് SJC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സ്ഥാപക പിതാവിന്റെ കബറിടത്തിൽ നടത്തുന്ന ഏകദിന പ്രാർത്ഥന വചന പ്രഘോഷണത്തിന്റെ പുത്തൻ കാൽവയ്പാണ്. ശതാബ്ദിയിൽ അമ്മയ്ക്കരികെ. 2024 ഒക്ടോബർ 1 മുതൽ 10-ാം തീയതി വരെ കാരണവന്മാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭവനങ്ങളിൽ സിസ്റ്റേഴ്സും അസൈല അംഗങ്ങളും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും 10-ാം ദിവസം കൈപ്പുഴ ഫൊറോനപ്പള്ളി വികാരി ബഹുമാനപ്പെട്ട സാബു മാലിത്തുരുത്തലസിന്റെ നേതൃത്വത്തിൽ ജപമാല പ്രദക്ഷിണം അസൈലത്തിലും കോൺവെന്റിലും നടത്തിയത് സ്വർഗീയ അനുഭവമായിരുന്നു. നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട സഹോദരങ്ങളുടെ ഓർമ്മയാചരണം. നവംബർ 10 അസൈലത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട അസൈലാംഗങ്ങളെ എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് അവർക്കായി ദിവ്യബലി അർപ്പിക്കുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ബെനഫാക്ടേഴ്സ് ഡേ. അസൈലത്തിന്റെ ആരംഭം മുതൽ 100 വർഷക്കാലം
എല്ലാവിധത്തിലും സഹായഹസ്തമായവരെ ബെനഫാക്ടേഴ്സ് ഡേയിൽ പ്രത്യേകം ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. ആരോഗ്യ പരിപാലനം. അസൈലാംഗങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചുള്ള അവബോധ ക്ലാസുകളും നടത്തപ്പെട്ടു. തിരുനാൾ ആഘോഷങ്ങൾ. 2024 ഓണവും ഓർമ്മയ്ക്കായി ഒരു മരവും. ഏറ്റുമാനൂർ MLA, കേരള സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട VN വാസവൻ തിരുവോണ നാളിൽ അസൈലം സന്ദർശിക്കുകയും അംഗങ്ങളും ഒരുമിച്ച് ഓണം ആഘോഷിക്കുകയും ഓർമ്മയ്ക്കായി ഒരു വൃക്ഷത്തൈ നടുകയും ചെയ്തത് ഒരു മായാത്ത ഓർമ്മയാണ്. ക്രിസ്തുമസ് 2024 ഡിസംബർ 25 ഏഷ്യാനെറ്റ് ചാനൽ കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറോന ചർച്ച് KCWA KCYL തുടങ്ങിയ സംഘടനാ ഭാരവാഹികളോടൊപ്പം നടത്തിയ ക്രിസ്തുമസ് ആഘോഷം കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെയും വേറിട്ട ഒരു അനുഭവമായി മാറി. സ്ഥാപക പിതാവിന്റെ 81ാം ചരമവാർഷികം. 60ഓളം പേർ പങ്കെടുത്ത ത്രിദിന വചന പ്രഘോഷണവും 1000ഓളം പേർ പങ്കെടുത്ത ഡിസംബർ 4-ാം തീയതിയിലെ തിരുക്കർമ്മങ്ങളും ആത്മീയതയുടെ വേറിട്ട ഒരു അനുഭവമായി. ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചന്റെ നാമഹേതുക തിരുനാളും SJC സ്ഥാപക ദിനവും ജൂലൈ 3-ാം തീയതി വിപുലമായ പരിപാടികളോടെയും സ്ഥാപക പിതാവിന്റെ 153ാം ജന്മദിനവും SJC മിഷൻ ഡേയും ഒക്ടോബർ 24-ാം തീയതി പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീത സദസ്സോടെയും സമുചിതമായി ആഘോഷിച്ചു. തീർത്ഥാടനം. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി ധാരാളം കുരുന്നുകളും അധ്യാപകരും ദേവദാസൻ തൊമ്മിയച്ചന്റെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അസൈല അംഗങ്ങളുമായി സൗഹൃദം പങ്കിടുകയും ചെയ്തു. വിഭിന്ന ശേഷികളെ വലിയ ശേഷികളാക്കി ജീവിത വിജയം വരിച്ച സെന്റ് തോമസ് അസൈലത്തിൽ നിന്നും പ്രിന്റിംഗ് ടെക്നോളജിയിൽ സർട്ടിഫിക്കറ്റ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ അസൈലത്തിന്റെ മണ്ണിൽ വീണ്ടും ഒന്നുചേർന്നത് സ്ഥാപക പിതാവിന്റെ ദർശനങ്ങളുടെ വിജയത്തിന്റെ സാക്ഷ്യപത്രമായിരുന്നു. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന ദൈവവചനം മാംസം ധരിച്ചു ഈ 100 വർഷത്തെ അസൈലത്തിന്റെ പ്രയാണത്തിൽ. ആരംഭം മുതൽ ഞങ്ങൾക്ക് മാർഗദീപം തെളിച്ച അഭിമന്യ പിതാക്കന്മാരുടെയും കർമ്മോത്സുകരായ മേജർ സുപ്പീരിയേഴ്സിന്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും നാനാജാതി മതസ്ഥരായ നല്ലവരായ ജനങ്ങളുടെയും അകമഴിഞ്ഞ സ്നേഹത്തിന്റെയും മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനകളായി ഏറ്റെടുത്ത് എളിയവർക്കായി ജീവിക്കുന്ന SJC സിസ്റ്റേഴ്സിന്റെയും നിസ്വാർത്ഥ സേവനങ്ങൾ ആണ് ഈ ദിനാചരണത്തെ ഏറ്റവും അർത്ഥമുള്ളതാക്കിയത്. കാരുണ്യത്തിന്റെ പ്രവാചക ശക്തമായ ദേവദാസൻ പൂതത്തിൽ തുമ്മിയച്ചനിലൂടെ 100 വർഷങ്ങളായി വർഷിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുവാൻ ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പേ തുറന്നു വെച്ച വലിയ മാനവഗീതയുടെ ഈ സ്നേഹ കവാടം വാനോളം ഉയർന്ന ഈ നിമിഷത്തിൽ സ്ഥാപക പിതാവിന്റെ ദർശനത്തോടെ ഈ യുഗത്തിന്റെ മക്കളുടെ ഹൃദയങ്ങളിലും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ജ്വാല പടർത്തി അവരുടെ കണ്ണുകളിൽ സ്ഫുരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ ദർശിക്കുവാൻ, എന്റെ സഹോദരന്റെ ജീവന്റെ കാവലാളാകുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു. നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ അഡ്വക്കേറ്റ് റവറൻഡ് സിസ്റ്റർ സൗമി SJC, ശതാബ്ദി കമ്മിറ്റി ജനറൽ കൺവീനർ എന്ന നിലയിൽ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും കൈമുതലാക്കി സ്തുത്യർഹമായി സേവനം ചെയ്യുന്ന സിസ്റ്റർ സൗമിയെ പൊതുസമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ അതിഥികളെ, കുടുംബാംഗങ്ങളെ, അന്ധന കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിയ കരുണാമയനായ ക്രിസ്തുവിന്റെ മനോഭാവം നെഞ്ചിലേറ്റിക്കൊണ്ട് കാലത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ്
ദൈവദാസൻ ഭൂതത്തിൽ തോമിയച്ചന്റെ അന്തരാത്മാവിൽ ജന്മം കൊണ്ട സെന്റ് തോമസ് അസൈലം എന്ന സ്നേഹ കൂടാരം ഇന്ന് 100 വയസ്സ് തികഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തോടെ യശസ്സുയർത്തി നിൽക്കുന്നു. 1925 കേരളത്തിൽ ആദ്യമായിട്ടാണ് അംഗപരിമിതരായ ഭിന്നശേഷിക്കാരായ സ്ത്രീ ജനങ്ങൾക്ക് ഇങ്ങനെയൊരു തണൽ മര സ്ഥാപിതമാകുന്നത് എന്നത് ഇത്തരുണത്തിൽ നാം പ്രത്യേകം അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. കാരുണ്യത്തിന്റെ സ്നേഹാഗ്നിയിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ ദേവദാസൻ തൊമ്മിയച്ചൻ നട്ടു വളർത്തിയെടുത്ത ഈ സ്നേഹ വീട് ഇന്ന് തകർന്ന മനസ്സും ശരീരവുമായി ഇവിടേക്ക് ചേക്കേറുന്ന നാനാജാതി മതസ്ഥരായ 100 കണക്കിന് പെൺകുട്ടികൾക്ക് ആശ്രയമേകുന്നു. ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചൻ എന്ന കെടാവിളക്ക് കത്തി പ്രശോഭിക്കുവാൻ ഇടയാക്കിയ എണ്ണയാണ് അസൈൽ അംഗങ്ങളെന്നും സ്നേഹ സേവന പരിചരണങ്ങളാൽ എണ്ണ കാത്തു സൂക്ഷിക്കുവാൻ സ്ഫടിക പാത്രമാണ് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ എന്നും പറയുവാൻ ആഗ്രഹിക്കുന്നു. SJC സ്ഥാപനങ്ങളിലെ എല്ലാ സ്വർഗീയ സൂനങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടും ഇന്ന് ഈ സ്ഥാപനങ്ങളിൽ വിശ്രമിക്കുന്ന എല്ലാവരുടെയും ശതാബ്ദി ആഘോഷ ഹൃദയസ്പന്ദനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന സെന്റ് തോമസ് അസൈലം അതിൻ്റെ പ്രൗഢ ഗംഭീരമായ ശതാബ്ദി കൊണ്ടാടുമ്പോൾ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് ആത്മീയവും ഭൗതികവുമായ ഉണർവും ഉന്മേഷവും പ്രചോദനവും നൽകി അസൈലാംഗങ്ങളുടെ സ്നേഹഭാജനമായി മാറിയ സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ മദർ അനിതയാണ് ഇന്നത്തെ സ്നേഹ സമ്മേളനത്തിന് അധ്യക്ഷയായി നിലകൊള്ളുന്നത്. ശതാബ്ദി ആഘോഷം ഇത്ര അതുല്യവും അവിസ്മരണീയവുമാക്കി മാറ്റുവാൻ സന്മനസ് കാട്ടിയ ബഹുമാനപ്പെട്ട മദറിന് സെന്റിനറി കമ്മിറ്റിയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അസൈലത്തിന്റെ ശതാബ്ദിയുടെയും സിസ്റ്റേഴ്സ് ഡിൻഡു, അന്നു, ജെൻസി എന്നിവരുടെ നിത്യവ്രത വാഗ്ദാനത്തിന്റെയും കൃതജ്ഞതാബലി അർപ്പണത്തിന് ശേഷം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം ആത്മീയ ആചാര്യനായ അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്ദ്യമാർ മാത്യു മൂലക്കാട്ട് പിതാവാണ്. സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ രക്ഷാധികാരി കൂടിയായ അഭിവന്ദ്യ പിതാവിന്റെ മാർഗനിർദ്ദേശങ്ങളും സംയോജിതമായ ഇടപെടലുകളും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ ശതാബ്ദി സമ്മേളനത്തിലേക്ക് അസൈലത്തിന്റെയും സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെയും പേരിൽ സ്നേഹ ആദരവുകളോടെ സ്വാഗതം ആശംസിക്കുന്നു. കേന്ദ്ര സർക്കാരിലെ ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീര വികസനത്തിന്റെയും ന്യൂനപക്ഷ ക്ഷേമത്തിന്റെയും വകുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ജോർജ് കുര്യൻ സാർ ഇന്നലെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഡൽഹിക്ക് പോവേണ്ടി വന്നു. ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ, ഉടനെ എത്തുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാളെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മഹനീയ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ഒത്തിരിയേറെ ഒഫീഷ്യൽ ചടങ്ങുകൾ ട്രിവാൻഡ്രത്ത് നടക്കുന്നത് കൊണ്ട് ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രിയായ ശ്രീ VN വാസവൻ സാറിനും ഒപ്പം നമ്മുടെ കോട്ടയം ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ജോൺ B സാമുവൽ IAS സാറും അല്പം മുമ്പ് ഫോണിലൂടെ അറിയിക്കുകയുണ്ടായി അവർ വരാൻ താമസിക്കും പ്രോഗ്രാം ആരംഭിച്ചുകൊള്ളുവാൻ. അവരുടെ അസാന്നിധ്യത്തിൽ ഏറെ സ്നേഹ ആദരവോടുകൂടെ അവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് സാർ ജനഹൃദയത്തിലെ നിയമപ്രതിഭയും ജനദർപ്പണവുമായ നേതാവാണ്. ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സെന്റ് തോമസ് അസൈലത്തിന്റെ സെന്റിനറി ആഘോഷത്തിന് ശ്രുതിലയ താളം മീട്ടി നമ്മെ കൂടുതൽ ഉണർവുള്ളവരാക്കുവാൻ എത്തിയ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി കേരളത്തിലെ പ്രശസ്ത പിന്നണി ഗായികയും സംഗീതജ്ഞയുമാണ്. ജന്മം മുതൽ കാഴ്ചശക്തി ഇല്ല എങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട്
സംഗീതത്തിൽ അത്ഭുതകരമായ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി സംഗീത പുരസ്കാരങ്ങൾ, പ്രാദേശിക ദേശീയ തലങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ വൈക്കം വിജയലക്ഷ്മി എന്ന പ്രശസ്ത ഗായികയെ ഈ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇതിനു മുമ്പും അസൈലാങ്ങളോടൊത്ത് പാടി അവരെ രസിപ്പിച്ച ഞങ്ങൾ ഏറെ നന്ദിയോടെ ഈ സമയം ഓർമ്മിക്കുന്നു. പെരിയ ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ചന്റെ സാന്നിധ്യം ഏറെ സന്തോഷജനകമാണ്. ഇപ്പോൾ ഷിക്കാഗോയിലെ സെന്റ് തോമസ് സീറോ മലബാർ രൂപയുടെ വികാരി ജനറലും ജ്ഞാനായ മേഖല ഡയറക്ടറുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ജ്ഞാനായ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറെ ത്യാഗോജ്വലമായ സ്നേഹോജ്വലമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന, അതിലുപരി സെയിന്റ് ജോസഫ് കോൺഗ്രിഗേഷന് അമേരിക്കയിൽ ഒരു 2 കോൺവെന്റ് സ്ഥാപിക്കുവാൻ അതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ച, ഇപ്പോഴും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മുളവനാലച്ചനെ ഏറെ നന്ദിയോടെ ശതാബ്ദി സ്മരണിക പ്രകാശനം ചെയ്യുന്നതാണ്. അസൈലവുമായി വളരെ അടുത്തിടപെടുന്ന ശ്രീ തോമസ് ചാഴികാടൻ സാറിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ഛന്റെ കുടുംബാംഗമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ex-MLA ശ്രീ സ്റ്റീഫൻ ജോർജ് ഈ സമ്മേളനത്തിൽ ദേവദാസൻ തൊമ്മിയച്ഛനെ കുറിച്ച് സെന്റ് ജോസഫിലെ സിസ്റ്റർ ലീന തെരേസ് എഴുതിയ ഒരു ചെറു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. ശ്രീ സ്റ്റീഫൻ ജോർജ് സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. പ്രൗഢോജ്വലമായ ഈ സംഗമത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ പിന്തുണയും നൽകി ഇന്നിവിടെ സന്നിഹിതനായി ആശംസകൾ അർപ്പിക്കുകയും സെന്റ് തോമസ് അസൈലത്തിലെ ശുശ്രൂഷകളെ ഏറെ വിലമതിക്കുകയും ചെയ്യുന്ന കൈപ്പുഴ ഫൊറോന വികാരി പെരിയ ബഹുമാനപ്പെട്ട സാബു മാലിത്തുത്തൽ അച്ഛന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വിശുദ്ധിയും വിജ്ഞാനവും കൊണ്ട് സമൂഹാംഗങ്ങളുടെയും സ്നേഹവും സൗഹൃദവും കൊണ്ട് ജനഹൃദയങ്ങളിലും ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് സിസ്റ്റർ ഇമ്മാക്കുലേറ്റിന്റെ സാന്നിധ്യം സന്തോഷഭരിതരാക്കുന്നവരുണ്ട്. മരണമില്ലാത്ത ആചരണങ്ങൾ കൊണ്ട് ശതാബ്ദിയെ അനശ്വരമാക്കിയ സെന്റിനറി കമ്മിറ്റി അംഗങ്ങളുണ്ട്. ദേവദാസൻ തൊമ്മിയച്ഛന്റെ കുടുംബാംഗങ്ങളുണ്ട്. കൈപ്പുഴ ഇടവക ജനമുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകരുണ്ട്. അസൈലത്തെയും SJCയും സ്നേഹിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിന് 100 വർഷം അത് ചെറിയൊരു കാലയളവല്ല. അതൊരു കാഴ്ചപ്പാടിൻ്റെ, അധ്വാനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഓർമ്മ പുസ്തകമാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന അതുല്യരായ എല്ലാ അതിഥികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.